നിലമ്പൂരിൽ ചിത്രം തെളിയുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്കും പ്രകടനത്തിനും ശേഷമാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. ഒപ്പം തന്നെ പി.വി. അൻവറും എം സ്വരാജും ഇന്ന് പത്രിക നൽകി. തെരഞ്ഞെടുപ്പ് വളരെയധികം ഗൗരവത്തോടെയാണ് താൻ കാണുന്നതെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചതിന് ശേഷം പ്രതികരിച്ചു. പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇതിൻ്റെ പ്രാധാന്യം തന്നെ ബഹുമാനപ്പെട്ട രാജീവ്ജിയും തുഷാർജിയും വന്നല്ലോ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായും. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും പത്രിക സമർപ്പിച്ചതോടെ ഇനി ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുകയല്ലേ നിലമ്പൂർ? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ ഒരു പ്രചാരണത്തിലേക്കാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കടക്കുന്നത്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിരുന്നു. ഇന്നാണ് പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, അതോടൊപ്പം തന്നെ BJP നേതാക്കളായ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ, B ഗോപാലകൃഷ്ണൻ തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ വാദ്യഘോഷമേളങ്ങളോടെയാണ് റോഡ് ഷോയായി തഹസിൽദാറിന് മുൻപാകെ ഉപവരണാധികാരി കൂടിയായ നിലമ്പൂർ തഹസിൽദാറിന് മുൻപാകെ പത്രിക സമർപ്പിക്കാനായി എത്തിയത്. നിലമ്പൂരിലെ ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ പിന്നീട് അതിന്റെ അവസാനം ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്തുള്ള തഹസിൽദാർ താലൂക്ക് ഓഫീസിലെത്തി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കുന്ന PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇതോടെ ഒരു ചതുഷ്കോണ പോരാട്ടത്തിന് തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഇപ്പോൾ വേദിയായിരിക്കുന്നത്. പ്രധാന മുന്നണികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ പ്രചാരണം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. NDAയും അത്തരത്തിൽ പ്രധാന പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് താഴെ തട്ടിലുള്ള നേതൃയോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കാര്യമായ വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ 2 തവണയായി PV അൻവർ ആയിരുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA ആയിരുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് PV അൻവർ മത്സരിച്ചത്. പിന്നീട് ഇടതുപക്ഷത്തിൽ നിന്നും ഇടഞ്ഞ് PV അൻവർ UDFിലേക്ക് പോകാനുള്ള നീക്കം ആരംഭിച്ചു. പക്ഷേ UDFിലെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ എതിർപ്പ് അതിന് തടസ്സമായി. അതിനുശേഷം PV അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. UDFിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് രംഗത്തുണ്ട്. LDFിന്റെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ M സ്വരാജാണ് ഇടതുപക്ഷത്തു നിന്നും മത്സരിക്കുന്നത്. ഇങ്ങനെ ശക്തനായ പോരാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നത് ഒരു പ്രത്യേകതയാണ്. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കൂടിയാണ് ഇന്ന്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ നിലമ്പൂരിൽ പോരാട്ടച്ചൂട് വേഗം ഏറുകയാണ്. വിഷ്ണു, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.